വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മുളകിനെക്കുറിച്ചുള്ള ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് പ്രേക്ഷകർ ഒരുപാട് പേര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റും കൂടിയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുളകിൽ ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്കാണ് വന്നിട്ട് ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും പുതിയ ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടാണ് പുതിയ ഷെഡ്യൂൾ ആരംഭിച്ച് ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പുതിയ മാറ്റങ്ങളുമായിട്ടാണ് ആ ഒരു ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ മുളകിൽ തന്നെ. നമ്മൾ ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാറുക്കുട്ടി എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നവർക്കായി പുതിയ ഷെഡ്യൂൾ സ്റ്റാർട്ടാകുമ്പോൾ പാറുക്കുട്ടി റീജോയിൻ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഷെഡ്യൂളിൽ പാറുക്കുട്ടി റീജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എപ്പിസോഡുകൾ ഇന്ന് സ്ട്രീം ആവാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ പാറുക്കുട്ടി ഉണ്ട്. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാറുക്കുട്ടി ഇപ്പോൾ മുകളിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. മാത്രമല്ല ഈ ഷെഡ്യൂളിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ സ്റ്റാർട്ടായിട്ട് ബാലു ഈ ഒരു ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തിട്ടില്ല. പകരം ബാലു ഇല്ലാത്തത് കൊണ്ട് ശങ്കരനെയും ഭവാനിയമ്മയും ഇപ്പോൾ മുളകിലോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബാലു ഇല്ലാത്തതുകൊണ്ടാണ് ഈ രണ്ട് കഥാപാത്രങ്ങളെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ അടിപൊളി കണ്ടന്റ് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ശ്രീകുട്ടനുള്ള സ്ഥിതിക്ക്. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ഷെഡ്യൂളിൽ ബാലു ഇല്ലാതെ പുതിയതായിട്ട് വന്ന ശങ്കരനെയും ഭവാനിയമ്മയും വെച്ചിട്ടാണ് ബാക്കി എല്ലാവരുമായിട്ടാണ് ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുള്ളത്. പാറുക്കുട്ടിയും റീജോയിൻ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം. അപ്പോൾ ഈ ഒരു ഷെഡ്യൂളിൽ ആവേശത്തോടെ കാത്തിരിക്കുന്നത് പാറുക്കുട്ടീൻ്റെ റീ എൻട്രിക്ക് തന്നെയായിരുന്നു. പാറുക്കുട്ടിയും നന്ദുകുട്ടിയും അല്ലെങ്കിൽ ഇവരൊക്കെ ആയിട്ടുള്ളൊരു കോംബോ എങ്ങനെയായിരിക്കുമെന്ന് കാണാനായിട്ട് എല്ലാ ഉപ്പുമുളകുമാരും എന്തെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എപ്പിസോഡുകളിൽ പാറുക്കുട്ടിയായിട്ടുള്ള നന്ദുട്ടിലെ ക്യൂട്ടായിട്ടുള്ള എപ്പിസോഡുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ലീവ് എടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഉള്ള എപ്പിസോഡുകളൊക്കെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഷെഡ്യൂൾ മുഴുവനായിട്ട് കഴിഞ്ഞ ശേഷം പ്രേക്ഷകരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയുണ്ട്, അവർക്ക് എന്താണ് ആവശ്യം എന്നൊക്കെ അനുസരിച്ചായിരിക്കും ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ അവർ പുതിയതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇപ്പോൾ മുളകിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഈ ഒരു ഉപ്പുമുളകും സെക്കൻഡ് ഷെഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഉപ്പുമുളകും എപ്പിസോഡുകളുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ ഓരോ പ്രേക്ഷകരുടെയും അഭിപ്രായം ടീം മാനിച്ചുകൊണ്ട് അങ്ങനത്തുള്ള എപ്പിസോഡുകളൊക്കെ ഇനി വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഷെഡ്യൂൾ സ്റ്റാർട്ടായ ഉടൻ തന്നെ പാറുക്കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്. പാറുക്കുട്ടി ഇല്ലാത്തതെന്ന് എല്ലാ കമൻറ്റ് ബോക്സിലും ഉണ്ടാകും പാറുക്കുട്ടി തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ആവശ്യം നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ മുളകിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ വലിയൊരു മാറ്റങ്ങളുമായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ബാലു ഇല്ല, ഭവാനിയമ്മയും ശങ്കരനും പാറുക്കുട്ടി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ബാലു എപ്പോഴാണ് റീജോയിൻ ചെയ്യുക എന്നുള്ളതൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. ഏതായാലും വൈകാതെ തന്നെ ബാലു ഇപ്പോൾ മുളകിൻ്റെ ടീമിൻ്റെ ഒപ്പം റീജോയിൻ ആകുമെന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാം. അപ്പം നിങ്ങൾ ഉപ്പുമുളകിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.